ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് LSGSനും അതുപോലെ കേരള ബാങ്കിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. വൺ സെൻറ്റൻസിലായിരിക്കും നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കറണ്ട് അഫയേഴ്സും കണ്ടിട്ട് പോകാറുള്ളത്. പക്ഷേ നമുക്ക് ഈ ഒരു ഡിഗ്രി മെയിൻസ് എക്സാമിനേഷൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ഡീപ്പായിട്ടായിരിക്കും ഓരോ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സും നമ്മൾ അനലൈസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. LSGSനാണ് ഏറ്റവും കൂടുതൽ ഇത് സ്കോപ്പ്, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും അതുപോലെ ഈ സ്ലൈഡ്സിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും LSGSന് ഉള്ള കുട്ടികൾക്കായിരിക്കും കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫാക്റ്റ് ആണ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഡിറ്റ് ആൻഡ് ലോക്കൽ ഗവേണൻസ് ICAL എന്ന് പറയുന്നത് ഗുജറാത്തിലെ രാജ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇനാഗ്രേറ്റ് ചെയ്തു. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഡിറ്റ് ഓഫ് ലോക്കൽ ഗവേണൻസ്, ലോക്കൽ ഗവേണൻസിന്റെ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ സെന്റർ ആണ് ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഇനാഗ്രേറ്റ് ചെയ്തത്. ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോക്കൽ ഗവേണിംഗ് ബോഡീസിന്റെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് ICAL, എന്താണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഡിറ്റ് ഓഫ് ലോക്കൽ ഗവേണൻസ്, ലോക്കൽ ഗവേണൻസിന്റെ ഓഡിറ്റിന് വേണ്ടിയുള്ള ഇന്റർനാഷണൽ സെന്റർ എന്താണെന്ന് നോക്കാം. ഇതൊരു കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോമാണ് പോളിസി മേക്കേഴ്സിനും ഓഡിറ്റേഴ്സിനും. ഇത് വെച്ചിട്ട് ഓഡിറ്റേഴ്സിനെ അനലൈസ് ചെയ്ത് അവരെ എക്സലൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇത് ലോക്കൽ ഗവൺമെന്റ് ഓഡിറ്റേഴ്സിന്റെ ഇൻഡിപെൻഡൻസ് കുറച്ചുകൂടി എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യും. സർവീസ് ഡെലിവറിയും കൂടുതൽ നടക്കും. ഗവേണൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണ് ഗവേണൻസിന്റെ മീനിങ്. ഗവേണൻസ് മീൻസ് വാട്ട്, എനിക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗവേണൻസ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ എല്ലാം നല്ലപോലെ അവർക്ക് വെൽഫെയർ കിട്ടുന്നുണ്ടോ, അവർക്ക് സർവീസ് കിട്ടുന്നുണ്ടോ, കറക്റ്റായിട്ട് പോളിസിയൊക്കെ ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പം ലോക്കൽ ഗവേണൻസിന്റെ ഓഡിറ്റിനുള്ള ഇന്റർനാഷണൽ സെന്റർ എവിടെയാണ് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് വന്നത്. ഇത് ഓഗസ്റ്റിലാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇത് എന്തിനാണ് മെയിനായിട്ടും ഓഡിറ്റേഴ്സിന്റെ എക്സലൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നത്. ഇത് കാരണം എന്തൊക്കെ സംഭവിക്കും, ലോക്കൽ ഗവൺമെന്റിന്റെ ഓഡിറ്റേഴ്സിന് കുറച്ചുകൂടി ഇൻഡിപെൻഡൻസ് കിട്ടും. അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ സാധിക്കും. അതായത് അവരെ അസസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ലോക്കൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഇന്ത്യയിലെ ലോക്കൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നത് 1880s, അതായത് 1880 ഇങ്ങനെ ലോക്കൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നത്. അതായത് അന്നത്തെ കാലത്ത് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഓഫീസായിരുന്നു എക്സാമിനർ ഓഫ് ലോക്കൽ അക്കൗണ്ട്സ്. ഓക്കെ, ലോക്കൽ അക്കൗണ്ട്സിന്റെ എക്സാമിനർ എന്നാണ് അന്നത്തെ കാലത്ത് അറിഞ്ഞിരുന്നത്. അപ്പോൾ ഈ ICAL എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ICAL അത്യാവശ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ICAL എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ 2.5 ലക്ഷത്തോളം പഞ്ചായത്തുണ്ട്, 8000 പരം അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ട്. അപ്പൊ ഇവരുമായിട്ടുള്ള കൊളാബറേഷൻ കൊണ്ടുവരിക ഒന്നാമത്തെ കാര്യം. 2, ഗ്ലോബൽ പ്രാക്ടീസസ് ഉണ്ട്. അതായത് ലോകത്തൊട്ടാകെ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, എങ്ങനെയാണ് ഓഡിറ്റ് നടക്കുന്നത്, ലോക്കൽ ഗവൺമെന്റിന്റെ ഓഡിറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ടു പോകാനും. പിന്നെ ലോക്കൽ ഗവൺമെന്റിനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ ഗവൺമെന്റിനെ സഹായിക്കുക എന്നുള്ളതും ഇതിനൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ഗ്ലോബലായിട്ട് ഒരുപാട് ചലഞ്ചസ് ഉണ്ടല്ലേ. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കുവാണെങ്കിൽ കൃഷിനാശം അല്ലെ, ഈ കൃഷിനാശം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത് അല്ല, മൊത്തത്തിൽ അല്ലെ ഗ്ലോബലി നടക്കുന്ന കുറച്ച് ചലഞ്ചസ് ആണ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഇതിനെയൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് പോളിസിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതും ഇതിന്റെ പിറകിലുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് യൂട്ടിലൈസേഷൻ, അതായത് നമുക്കറിയാലോ ഫണ്ട് ഇല്ലാത്തതാണ് മിക്കപ്പോഴും എല്ലാ ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയും പ്രോബ്ലം. അപ്പം എങ്ങനെ ഫണ്ട് വരുന്നു, ഏത് രീതിയിൽ ഫണ്ട് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെ ഫണ്ട് ഉപയോഗിക്കാം, ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്, അതും കൂടി ഓഡിറ്റ് ചെയ്യപ്പെടും ICAL പ്രകാരം. ഓക്കെ, ഇനി അടുത്ത എന്ന് പറയുന്നത് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാമോ,
ആർട്ടിക്കിൾ 243G പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ബോഡീസിന് കുറെ കൂടി പവർ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. 243J പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ legislature of a state may by law make provisions with respect to maintenance of accounts by panchayat and auditing of such account. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ത് ചെയ്യണം, പഞ്ചായത്തിൽ ഉള്ള അക്കൗണ്ട്സിൻ്റെയൊക്കെ മെയിൻ്റനൻസിന് കൃത്യമായിട്ട് നടത്താനായിട്ട് നിയമം ഉണ്ടാക്കണം, കറക്റ്റായിട്ട് അവർക്കുള്ള അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നാണ് 243Jയിൽ പറയുന്നത്. 243Z പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ. 243Z എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റീസിലും ഇതേപോലെ ഫണ്ട് ഓഡിറ്റ് ചെയ്യണം എന്ന് ആ രീതിക്കുള്ള കാര്യമാണ്. അപ്പോൾ 243G എന്ന് പറയുന്നത് ഡെവല്യൂഷൻ ഓഫ് പവർ ടു ലോക്കൽ ബോഡീസ്. J പറയുന്നത് പഞ്ചായത്തിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ ഓഡിറ്റ് ചെയ്യണം. 243Z പറയുന്നത് മുനിസിപ്പാലിറ്റിയിലെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ഓഡിറ്റ് നടത്തണം. ഓക്കെ, അടുത്തത് നമ്മൾ ഇപ്പോഴത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ CAG, അതായത് കറണ്ട് ഓഡിറ്റ് മെക്കാനിസം ഓഫ് ലോക്കൽ ബോഡീസിൽ നമ്മളെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഒരു മാൻഡേറ്റ് ഒരു സംഭവമുണ്ട്, അതായത് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. ഓക്കെ, അപ്പം CAG ആണ് ഈ പ്രോപ്പർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ, 3 ലെവൽ ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലും അർബൻ ലോക്കൽ ബോഡീസിലും ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പവർ CAGക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനർ ഓഫ് ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ്, നേരത്തെ പറഞ്ഞ ELFA, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ്, ഒന്നുകിൽ എക്സാമിനർ ഓഫ് ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് ആയിരിക്കും മിക്ക സ്റ്റേറ്റ്സിലും ചെയ്യുന്നത്. അങ്ങനെ ഉള്ള അത് എങ്ങനെയാണ് ഓരോ ഗവൺമെൻറ് ബോഡീസിൻ്റെയും ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, ലോക്കൽ ബോഡീസ് യൂട്ടിലൈസ് ചെയ്യുന്നത് നോക്കും. അപ്പോൾ ഈ ELFA അല്ലെങ്കിൽ DLFA എന്ന് പറയുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസിലും ഒക്കെ ആയിട്ട് ചോദിച്ച് കാണാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡീസെൻട്രലൈസേഷനും ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റും. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അധികാര വികേന്ദ്രീകരണം, അല്ലേ? ഒരിടത്ത് മാത്രം നിൽക്കാതെ അധികാരം എല്ലായിടത്തും ഒരുപോലെ എത്തിക്കുക, താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിക്ക്. അപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ പ്രകാരം കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും? പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അല്ലേ? ഗ്രാമസഭ, അതുപോലെ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, ഇതൊക്കെ ഇവരെല്ലാവരും ആക്റ്റീവായിട്ട് ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അടുത്തത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബാക്ക് ടു വില്ലേജ് പ്രോഗ്രാം. ബാക്ക് ടു വില്ലേജ് പ്രോഗ്രാം ജമ്മു ആൻഡ് കാശ്മീരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെന്ന് പറയുന്നത് പഞ്ചായത്തിനെ കുറച്ചുകൂടി എനർജൈസ് ചെയ്ത് അവർ ഡയറക്റ്റായിട്ട് ഡെവലപ്മെൻറ്റ് എഫേർട്സ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വഴി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ടൈലേർഡ് സൊല്യൂഷൻ, അതായത് നമുക്കറിയാം എന്തിനാണ് അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ വരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? താഴെത്തട്ടിലേക്ക് വരുമ്പോൾ താഴെത്തട്ടിൽ താമസിക്കുന്നതും അവിടെ കൂടുതൽ ഇടപഴകി നടക്കുന്ന കമ്മ്യൂണിറ്റിക്ക് മാത്രം മനസ്സിലാകുന്ന സൊല്യൂഷൻസും അവർക്ക് മാത്രം അറിയാവുന്ന പ്രോബ്ലംസും ഉണ്ടാവും. അപ്പം അതെല്ലാം ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രോബ്ലംസിന് എങ്ങനെ സൊല്യൂഷൻസ് കണ്ടെത്താൻ ഏറ്റവും എളുപ്പം താഴെത്തട്ടിലുള്ളവരെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അവർ തന്നെ സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വ്യാര എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ്, ഗുജറാത്തിലുള്ള വ്യാര എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ പ്രഗ്നന്റ് വിമന് ആംബുലൻസും ഹോസ്പിറ്റലും കൊണ്ടുവരാനായിട്ട് അവിടെ റോഡ് ഡെവലപ്മെൻറ്റ് നടത്തി. അതുപോലെ തന്നെ എക്സാമ്പിളാണ്. അടുത്തത് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് നമുക്കറിയാം ചില ഏരിയാസിൽ ചില SC ST അല്ലെങ്കിൽ ചില വിമൻ സെൻട്രിക് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ കുറച്ച് കൂടുതൽ കാണും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ കുറച്ചുകൂടി പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടാനായിട്ട് ഡീസെൻട്രലൈസേഷൻ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്, ഞാൻ പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ, അല്ലെങ്കിൽ നമ്മൾ അറിയാം MGNREGA വഴിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ കാണുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിൽ കൂടെ പോവുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം MGNREGA ഫണ്ട് പ്രകാരം നിർമ്മിച്ച സാധനം ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ MGNREGA തന്നെയാണ് ഈ ആക്ച്വലി സ്പീക്കിംഗ് ഡെവലപ്മെൻറ്റിനെ ഭയങ്കര ഒരു ടൈലറിങ് അല്ലെങ്കിൽ ഭയങ്കര ഒരു എൻഫോഴ്സ്മെൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് ഇക്വിറ്റി ഇൻ ഹെൽത്ത് കെയർ, അതായത് എല്ലാവർക്കും ഒരേപോലെ ഹെൽത്ത് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺവെൻഷനാണ്. WHO ആൽമ ആറ്റ ഡിക്ലറേഷൻ ഓൺ പ്രൈമറി ഹെൽത്ത് കെയർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചോദിക്കാം, ആൽമ ആറ്റ ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. പ്രൈമറി ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ WHO ആൽമ ആറ്റ ഡിക്ലറേഷനിൽ വരെ പറയുന്നുണ്ട് കമ്മ്യൂണിറ്റീസിനിടയ്ക്ക് ഒരു
രീതിയിലുള്ള എന്താണ് പിന്നോക്കവും വരാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഇക്വിറ്റി പരമായിട്ട് ഹെൽത്ത് കെയർ കിട്ടണമെന്ന്. ഓക്കെ, അടുത്തത് വാട്ടർ മാനേജ്മെന്റ്. കുറച്ചുകൂടി ആൾക്കാർ കുറച്ചുകൂടി ഗവൺമെന്റിനോട് അടുത്ത് നിൽക്കുന്നതോറും അവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള നോളജും പ്രാക്ടീസസും ഒക്കെ നമുക്ക് ഗവൺമെന്റിനോട് പറഞ്ഞ് അതിനെ കൂടുതൽ എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അതിനുള്ള എക്സാമ്പിളാണ് അടൽ ഭൂജൽ യോജന. അടൽ ഭൂജൽ യോജന എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റിനുള്ള കമ്മ്യൂണിറ്റി പരമായിട്ട്, അതായത് ഇപ്പോൾ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റി ഒരുമിച്ച് നിന്ന് ആ ഒരു ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റിനുള്ള സൊല്യൂഷൻസ് കൊടുക്കാം. പണ്ട് മുതലേ അവർ സ്വീകരിച്ചു വരുന്ന എന്താണ് ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെയാണ് അടൽ ഭൂജൽ യോജനയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിംസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിൽ തന്നെ എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചു അല്ലേ. സാധാരണ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എന്താ പഠിക്കുന്നത്, ഇന്നത് എവിടെ വന്നു, ഇത്ര മാത്രമേ പഠിക്കുള്ളൂ അല്ലേ. എന്താ പഠിക്കുന്നത്, ഒൺലി ദിസ് തിങ്. ഏത് ICAL എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത്, രാജ്കോട്ട്, ഗുജറാത്ത്. ഇത്ര മാത്രമേ നമ്മൾ സാധാരണ PSC അല്ലെങ്കിൽ LGS വരെയൊക്കെ ഇത് മതി. പക്ഷേ നമ്മുടെ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പം അത് പോരാ. വി ഹാവ് ടു ലേൺ ലോട്ട് അബൌട്ട് ഇറ്റ്. നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, ആ ഒരു സബ്ജക്റ്റ് പഠിച്ചു, ആ സബ്ജക്റ്റിൽ തന്നെ എന്തായിരുന്നു പഴയ കാര്യം, പാസ്റ്റ് ഹിസ്റ്ററി പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, അതിൻ്റെ എക്കണോമിക്സ് പഠിച്ചു, പിന്നെ അതിൻ്റെ കുറേ സ്കീംസും പഠിച്ചു, ഗവേണൻസും പഠിച്ചു. ഇങ്ങനെ വേണം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ കേട്ടോ. അല്ലാതെ നിങ്ങൾ വൺ ലൈനായിട്ട് ഒരിക്കലും പഠിച്ചുകൊണ്ട് പോകരുത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സുപ്രീം കോടതിയുടെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. ഷെഡ്യൂൾ കാസ്റ്റിൽ തന്നെ ഉള്ള മുന്നോട്ട് നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടി അവരെ മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഷെഡ്യൂൾ കാസ്റ്റിൽ ക്രീമി ലെയർ ഉണ്ടാക്കണം എന്ന പോലത്തെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. അതായത് SC കാറ്റഗറി നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, പല ലിസ്റ്റിൽ നോക്കുമ്പോൾ SCയിലുള്ള ആൾക്കാർ തന്നെ ഒരേ പേരിലുള്ള ആൾക്കാർ എപ്പോഴും ലിസ്റ്റിൽ കാണും എപ്പോഴും. അത് ഓഫ് കോഴ്സ് അവർ പഠിച്ചിട്ടൊക്കെ വരുന്നതാണ് ലിസ്റ്റിൽ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരു ഏരിയ ഒരു കൈൻഡ് ഓഫ് ഇത് കഴിയുമ്പോഴത്തേക്കും SC മാത്രമേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്കുള്ള വേക്കൻസി അവർ വീണ്ടും കിടക്കും, വീണ്ടും അവർക്ക് തന്നെ വീണ്ടും വിളിച്ച് എടുക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ജനറൽ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് അവരുടെ സീറ്റിൽ കയറാൻ പറ്റില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ ദി പ്രോബ്ലം ഈസ് ഈ ഷെഡ്യൂൾ കാസ്റ്റിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ആൾക്കാരെ ക്രീമി ലെയർ ആയിട്ട് പരിഗണിച്ച് അവർക്ക് ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഷെഡ്യൂൾ കാസ്റ്റ് തന്നെ നിൽക്കുന്ന മോർ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് കോട്ട കൊടുത്ത് അവരെ മാത്രം SC കോട്ട വഴി കയറ്റുക എന്നുള്ളതായിരുന്നു 7 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഡിസൈഡ് ചെയ്തത്. അതിൻ്റെ കേസ് ഓർത്ത് വെച്ചിരിക്കുക. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആൻഡ് അതേഴ്സ് വേഴ്സസ് ദവീന്ദർ സിംഗ്. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആൻഡ് അതേഴ്സ് വേഴ്സസ് ദവീന്ദർ സിംഗ് ആണ്. 2024 കേസാണ്. സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ഇസ് പെർമിസിബിൾ ടു ഗ്രാൻഡ് സെപ്പറേറ്റ് കോട്ട ഫോർ മോർ ബാക്ക്വേർഡ്സ് വിത്തിൻ SC കാറ്റഗറി. ഇനി അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സബ് ക്ലാസിഫിക്കേഷൻ റിസർവ്ഡ് കാസ്റ്റിൽ അലൗ ചെയ്യാൻ സാധിക്കുമോ. അതുപോലെ അവർ EV ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ ഡിസിഷനെ അതിൻ്റെ ഒരു കറക്റ്റ്നെസ്സും നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അത് ഗവൺമെന്റിന് വിട്ടുകൊടുത്തു. നിങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം, അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും എന്താണ്, വി നോ ദാറ്റ് റൈറ്റ്. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെപ്പറ്റി പറയുന്ന പ്രൊവിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്, ഒരാളെയും നിയമത്തിനോ അല്ലെങ്കിൽ എല്ലാവരും ഈ നിയമത്തിന് മുന്നിൽ ഈക്വൽ ആണ്. ആൻഡ് വി ഓൾ ഹാവ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓക്കെ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും ഉണ്ട്, ഈക്വാലിറ്റി ബിഫോർ ലോയും ഉണ്ടെന്ന് ആർട്ടിക്കിൾ 14 പറയുന്നു. ആർട്ടിക്കിൾ 15(4) പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് SCBC അതുപോലെ SC/STക്കും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ക്ലാസ്സസിനും എന്ത് കൊടുക്കാം, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ അഡ്വാൻസ്മെന്റ് കൊടുക്കാം. 16 ക്ലോസ് 1 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും എംപ്ലോയ്മെന്റിന് അനുസരിച്ച് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റിന് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. 16 ക്ലോസ് 4 പറയുന്നത് ഈ ECBCക്കും അതുപോലെ അഡിക്വേറ്റ്ലി റെപ്രസെന്റ് ചെയ്യാത്ത ആൾക്കാരെ, ബാക്ക്വേർഡ് സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം, അഡിക്വേറ്റ്ലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റിസർവേഷൻ കൊടുക്കാം. അടുത്തത് 341 ക്ലോസ് 4 പറയുന്നത് പ്രസിഡന്റിനാണ് കാസ്റ്റ്, റേസ്, ട്രൈബ്, അത് SC ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ട് സ്റ്റേറ്റിനോ യൂണിയൻ ടെറിട്ടറിയിലോ ഉള്ള ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ട് അതിനെ സ്പെസിഫൈ ചെയ്യാനായിട്ടുള്ള പവർ പ്രസിഡന്റിന് കൊടുക്കുന്നു. ഇനി 341(2) പറയുന്നത്
Parliament may by law include or exclude any caste, race or tribe from the list of SCs passed by a law. Okay, അതായത് ഇൻക്ലൂഡ് ചെയ്യാനോ എക്സ്ക്ലൂഡ് ചെയ്യാനാണോ പാർലമെന്റ് നിയമം ഉണ്ടാക്കി ആ നിയമം വഴി ഒരു കാസ്റ്റിനെയോ റേസിനെയോ ട്രൈബിനെയോ ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനോ ആ ലിസ്റ്റിൽ നിന്നും എടുത്തു കളയാനോ സാധിക്കും. ഈ ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതിലുള്ള ഷെഡ്യൂളിലുള്ള നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഷെഡ്യൂളിലുള്ള ആ ഷെഡ്യൂളിൽ പ്രകാരം ഉള്ള കാസ്റ്റിനെയാണ് ഈ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്ന കാസ്റ്റിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, റിസർവേഷൻ കിട്ടുള്ളൂ. SC ST, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്. അപ്പൊ ഇങ്ങനെ കാസ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റിന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഷെഡ്യൂൾ ട്രൈബിന്റെ കാര്യമല്ല. അത് ശ്രദ്ധിച്ചോളണം. സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ഓക്കെ. അടുത്തത് 341 ക്ലോസ് 2 എന്ന് പറയുന്നതിന്റെ സബ് ക്ലോസ് 341 ക്ലോസ് 2 പറയുന്ന കാര്യം, അതായത് സബ് ക്ലാസിഫിക്കേഷൻ വിത്തിൻ ഷെഡ്യൂൾഡ് കാസ്റ്റ്. കുറെ കാലം നമ്മൾ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ നീതിന്യായം വിശ്വസിച്ചിരുന്നത് ഷെഡ്യൂൾ കാസ്റ്റിന് നമ്മളൊരു സബ് ക്ലാസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ആർട്ടിക്കിൾ 341 ക്ലോസ് 2ന്റെ വയലേഷൻ ആയി പോവാം എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കാതിരുന്നത്. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ അത് ക്ലാരിഫൈ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സബ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും 341 ക്ലോസ് 2ന്റെ അതിനെ വയലേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഏതൊരു സബ് ക്ലാസിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവും അതിന്റെ ഫോക്കസ് അല്ലെങ്കിൽ അതിന്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇക്വാലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി എന്നാണ്. സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി എന്നൊരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സും അതുപോലെ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരെയും അവർക്കും ഒരു ഇക്വാലിറ്റി, അവരെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിനെയാണ് സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഏതൊരു അഫർമേറ്റീവ് ആക്ഷൻ, അതായത് സബ് ക്ലാസിഫിക്കേഷൻ ആവട്ടെ, എന്ത് നമ്മൾ ഒരു കാസ്റ്റിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് ചെയ്യുന്നോ അതെല്ലാം ഈ സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റീനെ എന്ത് ചെയ്യണം, അതിനെയും കൂടി കണ്ടിട്ട് വേണം ചെയ്യാനെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഒരു സ്റ്റേറ്റിന് സെർട്ടൻ കാസ്റ്റ് അനുസരിച്ചിട്ട് സബ് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ, എത്രമാത്രം റെപ്രസെൻറ്റേഷൻ വന്നിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു SCയിലുള്ള ആൾക്കാരിൽ ചില ആൾക്കാരുണ്ട്, ഓക്കെ, ഷെഡ്യൂൾ കാസ്റ്റിൽ ചില കാസ്റ്റുകൾ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ജോലിയെ കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഒരു കമ്മിറ്റി വെച്ചിട്ട് അവർ നേരിടുന്ന കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാം, അവരുടെ ചെന്ന് സംസാരിക്കാം, ഒരുപാട് സ്കീംസ് ഒക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവരുമായിട്ട് സംസാരിച്ചിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചൊരു നിയമം കൊണ്ടുവന്ന് ഇവരെന്ത് ചെയ്യാം, അഡിക്വേറ്റ്ലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് അപ്പൊ സ്റ്റേറ്റ് അങ്ങനെ സബ് ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യണം ഏത് കാസ്റ്റ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തത്. അത് അതിന്റെ ബാക്ക്വേർഡ്നെസ് കാരണം അവർ ബാക്കിലോട്ടായി പോയില്ലേ, ആ ബാക്ക്വേർഡ്നെസ് എന്തിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ടി വരും. അതുപോലെ തന്നെ എത്ര റെപ്രസെൻറ്റേഷൻ ഇൻഅഡിക്വേറ്റ് ആണെന്നുള്ളതിന്റെ ഡേറ്റയും സ്റ്റേറ്റ് കളക്ട് ചെയ്യണം. ഓക്കെ, മാത്രമല്ല ഒരു വോട്ടിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റിന് ആക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റേറ്റ് ഷുഡ് ലുക്ക് ഇൻ ടു സ്റ്റേറ്റ് ഷുഡ് ലുക്ക് ഇൻ ടു ദി പണ്ട് മുതലേ ഇവർ അനുഭവിച്ചു വന്നിരിക്കുന്ന ഈ ഒരു കാസ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ അതിൽ അവരിപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം അനലൈസ് ചെയ്യണം. പിന്നെ 100% സീറ്റും SCക്ക് അവൈലബിൾ ആയിട്ടുള്ള 100% സീറ്റും, ഓക്കെ, അത് ഒരു ഫേവറായിട്ട് ഒരു ഗ്രൂപ്പിന് മാത്രം കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റും. പിന്നെ SC ആർട്ടിക്കിൾ 341 ക്ലോസ് 1 പ്രകാരം നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ കാസ്റ്റിനെ ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ഓഫ് കാസ്റ്റ് ആണ്. അല്ലെങ്കിൽ പല ആൾക്കാർ, നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഷെഡ്യൂൾ കാസ്റ്റ് PDF എന്നും പറഞ്ഞ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം. ഷെഡ്യൂൾ കാസ്റ്റിന് ഒറ്റ കാസ്റ്റ് അല്ല, ഡിഫറെൻറ്റ് കാസ്റ്റ് ട്രൈബ് വിത്ത് വെരി ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് ബാക്ക്വേർഡ്നെസ് ആണ്.
അതിൽ 7 ജഡ്ജസ് ബെഞ്ചാണ് ഇത് പറഞ്ഞത്. അതിൽ 4 ജഡ്ജസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ക്രീമി ലെയർ പ്രിൻസിപ്പിൾ SC/STക്കും കൂടെ കൊടുക്കണം എന്ന് 4 ജഡ്ജസും അഭിപ്രായപ്പെട്ടു. പക്ഷെ അത് ഒരു കാരണവശാലും ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ജഡ്ജ്മെൻറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ലോ ഇറക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ലോ ഇറക്കിയാലേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ജഡ്ജ്മെൻറ്റ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് NM തോമസ് 1975. അതിലാണ് ആദ്യമായിട്ട് ക്രീമി ലെയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചത്. അതായത് റിസർവേഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബാക്ക്വേർഡ് കാസ്റ്റ് എന്നുള്ള ആൾക്കാരൊക്കെ മാറ്റി നിർത്തണം എന്ന്, കോർണർ ചെയ്ത് മാറ്റി നിർത്തണം എന്ന് അതിൽ ബെനിഫിറ്റ് കിട്ടേണ്ട ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്ക് കിട്ടാതെ കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞതായിരുന്നു സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് NM തോമസ് 1975. വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ആദ്യമായിട്ട് ദ ടേം ക്രീമി ലെയർ യൂസ് ചെയ്തത് ഈ ഒരു ഡിസിഷനിലാണ്. പിന്നെയാണ് ഇന്ദിരാ സാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിൽ 9 ജഡ്ജ് ബെഞ്ചാണ് പറഞ്ഞത് ഗവൺമെൻറ് മസ്റ്റ് എക്സ്ക്ലൂഡ് ദ ക്രീമി ലെയർ വിത്തിൻ ദി OBC കാറ്റഗറി. OBC കാറ്റഗറിയിൽ നിന്നും ഇവരെ മാറ്റി നിർത്തണം. അങ്ങനെയാണ് ഇപ്പോൾ NCL സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നത്. ഇനി EV ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് 2004. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ഡിസിഷനാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് സുപ്രീം കോടതി അവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ലിസ്റ്റുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ അത് 341 ക്ലോസ് 2വുമായിട്ട് വയലേറ്റ് ചെയ്യും. കാരണം അങ്ങനെ ഒരു പവർ ആകപ്പാടെ ഉള്ളത് പാർലമെന്റിനാണ്. അപ്പോൾ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് SC വയലേറ്റ് ആർട്ടിക്കിൾ 341 ക്ലോസ് 2 എന്ന് പറഞ്ഞത് EV ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് 2004. അതിനുശേഷമാണ് ജർണൈൽ സിംഗ് വേഴ്സസ് ലക്ഷ്മി നാരായൺ ഗുപ്ത 2018. അതിൽ പറഞ്ഞത് ആപ്ലിക്കേഷൻ ഓഫ് ക്രീമി ലെയർ കൺസെപ്റ്റ് ടു ആർട്ടിക്കിൾ 341ഉം 342ഉം പ്രസിഡൻഷ്യൽ ലിസ്റ്റുമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. ഓക്കെ, ക്രീമി ലെയർ കൺസെപ്റ്റ് വന്നെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ ഈ ഡിസിഷൻ്റെ പേര് ഓർത്ത് വെച്ചിരിക്കണം. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആൻഡ് അതേഴ്സ് വേഴ്സസ് ദവീന്ദർ സിംഗ്. ഓക്കെ, ദവീന്ദർ സിംഗ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദവീന്ദർ സിംഗും EV ചിന്നയ്യയും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എനിക്ക് വളരെ മുന്നേ വരെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. നമ്മളിത് പഠിക്കുമ്പോൾ ഈസി ആവും. സെൻട്രലി സ്പോൺസേർഡ് സ്കീമും സെൻട്രൽ സെക്ടർ സ്കീമും. ഓക്കെ, സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, സ്പോൺസർ ചെയ്യുന്നു. ആരാണ് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഈ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൻ്റെ സെക്ടറിലുള്ള സ്കീമാണ്. അപ്പം അവിടെ ഇംപ്ലിമെൻറ്റേഷനും ഫൈനാൻസും എല്ലാം ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. കറൻ്റ്ലി 676 സെൻട്രൽ സ്കീംസ് ഉണ്ട്, സെക്ടർ സ്കീംസ് ഉണ്ട്. അത് പിന്നെ പറഞ്ഞുതരാം കേട്ടോ, അതിൻ്റെ എമൗണ്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. അതെന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീമിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സെൻട്രൽ സെക്ടർ സ്കീമിൽ സെൻറ്ററിൻ്റെ തന്നെ സെക്ടറിലുള്ള സ്കീമാണ്. അപ്പോൾ അവിടെ സെൻറ്റർ മാത്രമേ ജോലി ചെയ്യുന്നു വിചാരിക്കുക. സെൻട്രലി സ്പോൺസർഡ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവർ സ്പോൺസർ ചെയ്യും, ബാക്കി നമ്മൾ സ്റ്റേറ്റ് ഇടണം. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ഇത് ന്യൂസിൽ വരാനുള്ള കാരണം നീതി ആയോഗ് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീമിനെ കുറച്ചുകൂടി റിവാമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്തു നീതി ആയോഗ്. അതുകൊണ്ടാണ് ഇപ്പോൾ പഠിക്കേണ്ടി വന്നത്. എന്നാൽ ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്കീമും പഠിക്കാൻ എളുപ്പമാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുന്നതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുന്നത് ജോയിൻ്റ്ലി ഫണ്ടഡ് ബൈ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, അത് കൺകറൻറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീം പ്രകാരം നമുക്ക് സെൻട്രൽ സ്പോൺസർ ചെയ്ത് തരുന്നത്. അല്ലാതെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് ഇവർ ചെയ്യില്ല. സെൻട്രൽ ലിസ്റ്റിലുള്ളത് മൊത്തം ചെയ്യുന്നത് സെൻട്രൽ സെക്ടർ സ്കീം വഴിയാണ്. ഓക്കെ, അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. കുറച്ച് സെൻട്രൽ ഇടും, കുറച്ച് സ്റ്റേറ്റ് ഇടും. ഇനി സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് 3 തരത്തിലുണ്ട്. സെൻട്രൽ സ്പോൺസേർഡ് സ്കീം 3 തരത്തിലുണ്ട്. കോർ സ്കീമുണ്ട്. കോർ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് അജണ്ടയാണത്. ഓക്കെ, നാഷണൽ ഡെവലപ്മെൻറ്റ്, അതായത് ഗ്രീൻ റെവല്യൂഷൻ, കൃഷി സിഞ്ചായ് യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, സ്വച്ഛ് ഭാരത് മിഷൻ. ഇതെന്ന് പറയുന്നത് ഒരു സ്കീമാണെങ്കിൽ പോലും അതിൽ തന്നെ പല പല ബ്രാഞ്ചസ് വരും. അതാണ് ഈ കോർ സ്കീം എന്ന് പറയുന്നത്. കോർ ഓഫ് ദി കോർ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സ്കീംസ് ഉണ്ട്. ഓക്കെ, അത് സോഷ്യൽ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സോഷ്യൽ ഇൻക്ലൂഷനും ഉണ്ടാവും. ഇതെന്ന് പറയുന്നത്
ഇതിൻ്റെ ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് NDAക്ക് ആയിരിക്കും. ഓക്കെ, ഫണ്ടിൻ്റെ അവൈലബിൾ ഫണ്ടിൻ്റെ നാഷണൽ ഡെവലപ്മെൻറ്റ് അജണ്ടയ്ക്ക് ആയിരിക്കും ഇതിൻ്റെ ഫണ്ടിൻ്റെ ഫസ്റ്റ് ചാർജ് വരുന്നത്. MGNREGA, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, അംബ്രല്ല സ്കീംസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് SC, ST, ബാക്ക്വേർഡ് ക്ലാസ്, ഡിഫറൻഷ്യബിൾ, OBG, other vulnerable groups, umbrella programs for government of minority. ഈ umbrella programs ഒക്കെയാണ് ഈ കോർ ഓഫ് കോർ സ്കീംസ് വരുന്നതെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഓപ്ഷണൽ സ്കീംസ് ആണ്, സ്റ്റേറ്റ്സിന് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ നിന്നാണ് വരുന്നത്. ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ, ഇതെല്ലാം തന്നെ ഓപ്ഷണൽ സ്കീംസ് ആണ്. അപ്പം കോർ സ്കീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഡെവലപ്മെൻറ്റ് അജണ്ടയുടെ സ്കീമാണ്. അപ്പോൾ ഈ സ്കീം പ്രകാരം എന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന, സഡക് യോജന, സ്വച്ഛ് ഭാരത് മിഷൻ, ഇതൊക്കെ ഗവൺമെന്റിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോർ സ്കീം എന്നറിയപ്പെടും. കോർ ഓഫ് ദി കോർ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ അംബ്രല്ല സ്കീംസ് ആയിട്ട് കുറേ വരും. MGNREGA, NSAP, പിന്നെ ഡെവലപ്മെന്റിനുള്ള SC, ST, OBC, ഡിഫറെൻറ്റ് ഏബിൾഡ് വൾണറബിൾ ഗ്രൂപ്പ്സിനൊക്കെ ഉള്ളത്, പിന്നെ മൈനോറിറ്റീസിൻ്റെ അത്, പിന്നെ ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓപ്ഷണൽ സ്കീമാണ്. ഇത് സ്റ്റേറ്റിന് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇത്രയുമാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിൽ വരുന്നത്. ഓക്കെ, ഇനി എല്ലാ സ്റ്റേറ്റിലേക്ക് വരുന്ന ഫണ്ടും CSSL, അതായത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമിനുള്ളത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ വഴിയാണ് വരുന്നത്. അപ്പോൾ 14th ഫൈനാൻഷ്യൽ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം നോൺ പ്ലാൻ എന്ന് പറഞ്ഞ ഡിസ്റ്റിങ്ഷൻ ഇല്ലല്ലോ ഇപ്പോൾ. പണ്ട് നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചറും പ്ലാൻ എക്സ്പെൻഡിച്ചറും ഉണ്ട്. അപ്പോൾ സെൻട്രലി സ്പോൺസർഡ് സ്കീമും സെൻട്രൽ സെക്ടർ സ്കീമും ആണ് ആക്ച്വലി യൂണിയൻ സ്റ്റേറ്റിന് കൊടുക്കുന്ന ഫണ്ടായിട്ട് കണക്കാക്കുന്നത്. ഇതിലെ കോർ സ്കീംസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കോർ സ്കീം ഉണ്ടല്ലോ, നാഷണൽ ഡെവലപ്മെൻറ്റ് അജണ്ട, ആ കോർ സ്കീമിൻ്റെ കാര്യം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും 3 ഹിമാലയൻ സ്റ്റേറ്റ്സിലും സെൻറ്ററിൻ്റെ സ്റ്റേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെൻറ്റർ 90% ഫണ്ട് കൊടുക്കും, സ്റ്റേറ്റ് 10% ഫണ്ട് കൊടുക്കും. അതർ സ്റ്റേറ്റ്സിലൊക്കെ 60% സ്റ്റേറ്റ് സെൻറ്റർ കൊടുക്കും, സ്റ്റേറ്റ് 40% കൊടുക്കും. ഇനി ലെജിസ്ലേച്ചർ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസിൽ സെൻറ്റർ തന്നെ 100% കൊടുക്കും. ഓക്കെ, ഡൽഹി പുതുച്ചേരി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും. ഇനി ഇത് ഓർത്ത് വെച്ചിരിക്കുക. കോർ സ്കീമിൻ്റെ ഫണ്ടിങ് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും 3 ഹിമാലയൻ സ്റ്റേറ്റ്സിനും സെൻറ്റർ കൊടുക്കുന്നത് 90% സെൻറ്റർ കൊടുക്കും. അതേസമയം യൂണിയൻ ടെറിട്ടറിയാണ് ലെജിസ്ലേച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ 100% സെൻറ്റർ കൊടുക്കും. ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്സിനും സെൻറ്റർ 60% കൊടുക്കും, സ്റ്റേറ്റ് 40% കൊടുക്കും. ഇനി നീതി ആയോഗിനാണ് ഇത് മോണിറ്റർ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത്, തേർഡ് പാർട്ടി ഇവാലുവേഷനൊക്കെ ഓവർസീ ചെയ്യാനായിട്ടുള്ള എല്ലാ അധികാരവും നീതി ആയോഗിനാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോം ഈ ജൂലൈയിൽ 10 വർഷം കംപ്ലീറ്റ് ചെയ്തു. 2024 10 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോം നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നമ്മൾ സിറ്റിസൺസിനെ ഭയങ്കര രീതിയിൽ എൻഗേജ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് ആൾക്കാരെ ഗവൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് ഗുഡ് ഗവേണൻസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട്, അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസിനെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോം. ജസ്റ്റ് സെർച്ച് ചെയ്യുക, അതിനൊരു ആപ്പും ഉണ്ട്. പിന്നെ ഇവർ ഒരുപാട് ക്വിസസും അതുപോലെ എസ്സേ പ്രോഗ്രാംസ്, ആർട്ട്, അങ്ങനെ പല പ്രോഗ്രാംസ് ഇവർ നടത്താറുണ്ട്. 2014 സ്റ്റാർട്ട് ചെയ്തത്. ഇതിലിപ്പോൾ 4.72 കോടി രജിസ്റ്റേർഡ് യൂസേഴ്സ് ആണുള്ളത്. അങ്ങനെയുള്ള രജിസ്റ്റേർഡ് യൂസേഴ്സിൻ്റെ പേരാണ് മൈ ഗവൺമെൻറ് സാദീസ്. ഓക്കെ, ഇനി മൈ ഗവൺമെൻറ് ക്യാമ്പയിൻസ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് നോക്കാം. ഒന്ന് ലൈഫ് ക്യാമ്പയിൻ, അതായത് എൻവയോൺമെൻറ്റ് ഡിഗ്രഡേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഇൻഡിവിജ്വലും കമ്മ്യൂണിറ്റി ആക്ഷനും ഗ്ലോബൽ ചലഞ്ചിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എംഫസൈസ് ചെയ്യുന്ന കുറേ പ്രോഗ്രാംസ് ആണ് ലൈഫ് ക്യാമ്പയിൻ. സ്റ്റേ സേഫ് ഓൺലൈൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ G20 പ്രസിഡൻസിയിൽ കൊണ്ടുവന്നതാണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ടെക്നോളജി MOEIT കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. അത് സൈബർ സേഫ്റ്റി, സൈബർ സെക്യൂരിറ്റീനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റേ സേഫ് ഓൺലൈൻ. സ്വച്ഛ് ഭാരത് സർവേക്ഷൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീനർ ഹെൽത്തിയർ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്ററാക്റ്റീവ് ആക്ടിവിറ്റീസും സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റും. പിന്നെ മില്ലറ്റ് സൂപ്പർ ഫുഡ്, അതും ഇവരുടെ പ്രോഗ്രാമാണ്. മില്ലറ്റിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ റോളും ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതെല്ലാം അതിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മൈ ഗവൺമെൻറ് സൈറ്റ്
10 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഇട്ടത്. ഓക്കെ, മൈ ഗവൺമെൻറ്റിൻ്റെ 3 കീ പില്ലേഴ്സാണ്. നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ കാണാം. ഒരുപാട് ക്വിസസ്, ഐഡിയാസ്, സാത്തി 2.0 ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൻ കി ബാത്ത് റേഡിയോ പ്രോഗ്രാം അതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലോഗ്സ്, പീരിയോഡിക് ന്യൂസ് ലെറ്റേഴ്സ്, ഇമെയിലൊക്കെ നമുക്ക് ഗവൺമെൻറ്റിന് അയക്കാം. അതൊക്കെയാണ് ഓവർ ദീസ് OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ വഴി. അതാണ് ഈ മൈ ഗവൺമെൻറ്റിൻ്റെ 3 പില്ലേഴ്സ്. ഓക്കെ, ഇനി സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഗുഡ് ഗവേണൻസിൽ എങ്ങനെ കൊണ്ടുവരും? നമ്മളെപ്പോഴും അറിയാമല്ലോ, ഒരു ഗവേണൻസിന് 3 ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് ഗവൺമെൻറ്, പിന്നെ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായ ആൾക്കാർ, പിന്നെ പീപ്പിൾ അല്ലേ. അപ്പം ഈ പീപ്പിളിൻ്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സിറ്റിസൻ്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ് ഗവേണൻസിനെ കൂടുതൽ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നത്? നമുക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണിത്. ഒന്ന് സ്വച്ഛ് ഭാരത് മിഷൻ അല്ലേ. കുറച്ചുകൂടി നമ്മുടെ ഇന്ത്യ കുറച്ചുകൂടി വൃത്തിയായത് ആക്ച്വലി സ്പീക്കിംഗ് സ്വച്ഛ് ഭാരത് മിഷൻ വഴിയാണ്. പിന്നെ നമാമി ഗംഗെ എന്ന് പറയുന്നത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയാണ്. നമ്മുടെ ഗംഗ റിവറിനെ ക്ലീൻ ചെയ്ത് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിജിറ്റൽ ഇന്ത്യ, പിന്നെ 73rd and 74th അമെൻമെൻറ്റ് ആക്ട്, സിറ്റിസൺ ചാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു ബന്ധം അല്ലേ, അത് തമ്മിൽ ഭയങ്കര രീതിയിൽ ഹാപ്പി ആക്കി മാറ്റുന്നത് സിറ്റിസൺ ചാർട്ടറാണ്. അത് സിറ്റിസൺ ചാർട്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം. ഇതേപോലത്തെ ഒരു കറണ്ട് അഫെയർ സെഷൻ ഇനിയും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഉടനെ അടുത്ത സെഷനുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇത് LSGSും കേരള ബാങ്കിലെ കുട്ടികളും ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ PDF നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.